അനുഗ്രഹമായി വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ കൈകളിൽ മാത്രം ഇരുന്നാൽ പോരാ. നിങ്ങളത് പ്രാർത്ഥനയിൽ, വിശ്വാസത്തിൽ, ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് പ്രാർത്ഥനയിൽ കൈമാറ്റം നടക്കണം. ഞാൻ കൊടുത്തത് എൻ്റെ ജീവിതത്തെയാണെങ്കിൽ എൻ്റെ ജീവിതത്തെ ദൈവം എടുത്തിരിക്കും. ഞാൻ കൊടുത്തത് എൻ്റെ ഭാവിയാണെങ്കിൽ അതവിടെ ദൈവം എഴുതി തള്ളിയിട്ട് പോവില്ല, അതിനെ എടുക്കും. ഞാൻ കൊടുത്തത് എൻ്റെ രോഗമുള്ള ശരീരമാണെങ്കിൽ എൻ്റെ ശരീരത്തെ ദൈവം എടുക്കും. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തത് എന്താണേലും അത് വർദ്ധിച്ചിരിക്കും. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് ഒരുക്കമായിട്ടുള്ള വിമലപാതയിൽ എന്ന ശുശ്രൂഷയുടെ 32ാമത്തെ ദിവസം, സമാപന ദിവസത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മണിക്കൂറിൽ നമ്മൾ എത്തി നിൽക്കുന്നു. സത്യം പറഞ്ഞാൽ ദൈവം നമുക്ക് നൽകിയ ഈ 32 ദിവസങ്ങളും അനുഗ്രഹമായിരുന്നു എന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ അനുഭവങ്ങൾ കൊണ്ട് തന്നെ അറിയാൻ പറ്റും. 32 വിഷയങ്ങളാണ് നിങ്ങളോട് ദൈവവചനത്തിൽ നിന്ന് പ്രസംഗിച്ചത്. അതിലൊരു വാക്കുപോലും കളയേണ്ടതായൊരു വാക്ക് പറയാതെ, പാഴ്വാക്കുകൾ പറയാതെ ദൈവവചനം അത് ആ അനുവദിക്കപ്പെട്ട സമയത്ത് നിങ്ങളുടെ ശ്രദ്ധയിലെത്തിക്കാൻ അത് ശ്രമിച്ച സമയത്ത് എനിക്ക് അനുഭവപ്പെട്ടൊരു കാര്യമാണ്, ഈ വചനങ്ങൾ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഒരുപോലെ അനുഗ്രഹത്തിന് കാരണമാകുമെന്ന ഒരു ബോധ്യം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ സമാപന സമയത്ത് ധാരാളം നിയോഗങ്ങളുണ്ട്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് ഒത്തിരി വിഷമിക്കുന്ന, പ്രതിസന്ധിയുള്ള ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് നിയോഗങ്ങളായി കിട്ടിയിട്ടുണ്ട്. ഇതിനോടകം സാക്ഷ്യങ്ങളും ഒരുപാട് വന്നിട്ടുണ്ടാകും. ഒരുപാട് ദൈവപ്രവൃത്തികൾ നടന്ന ദിവസങ്ങളാണിത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ശാലോം കുടുംബത്തിൻ്റെ ജീവിതത്തിൽ, അവരുടെ ശുശ്രൂഷകളിൽ ശരിക്കും ഓർക്കാൻ പാകത്തിന് ദൈവാനുഗ്രഹങ്ങൾ വന്ന ഒരു 33 ദിവസമായി ഇത് മാറിയിട്ടുണ്ടാകും. പരിശുദ്ധാത്മാവ് അത്രമേൽ ഇടപെടുന്ന അനുഭവം നമുക്കത് പറയുമ്പോഴും അത് പ്രസംഗിക്കുമ്പോഴും നമുക്കും അത് ഫീൽ ചെയ്യുന്ന, അനുഭവിക്കാൻ കഴിയുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദിവസം നമ്മൾ ഈ 32ാമത്തെ ദിവസം കേൾക്കുന്ന പ്രാർത്ഥനയുടെ വിഷയങ്ങൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്ന് തന്നെ 9-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങളാണ്. വായിക്കുമ്പോൾ ഒരുപാട് പ്രാവശ്യം വായിച്ച് പരിചയിച്ച വചനങ്ങളും പ്രസംഗിച്ച് കേട്ട് ആ വചനഭാഗം തന്നെ കാണാപ്പാഠമായ അനേകരുടെ മുമ്പിലാണ് ഇതേ വചനം വീണ്ടും പ്രസംഗിക്കുവാൻ എടുത്തു വയ്ക്കുന്നത്. സാധാരണ എപ്പോഴും കേൾക്കുന്നത് പോലെ കേട്ടുപോകാനല്ല ഇത്. ഇന്ന് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് വ്യത്യസ്ത രീതിയിലായിരിക്കും. ഈ വചനം നിങ്ങളോട് സംസാരിക്കുകയാണ്. ദൈവം ചില കാര്യങ്ങൾ ഓരോ കാര്യത്തിലൂടെയും പഠിപ്പിക്കുകയാണ്, നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ഹെഡിങ് എന്നാണെന്നറിയാമോ? ആ വചനത്തിൻ്റെ 9-ാം അധ്യായം 10-ാം വാക്യത്തിൻ്റെ തലക്കെട്ട് യേശു അപ്പത്തെ വർദ്ധിപ്പിക്കുന്നു എന്നാണ്. ആ വാക്കിൽ തന്നെ ഒരു സന്തോഷമുള്ള കാര്യമുണ്ട്. അപ്പത്തെ കുറച്ച് കളയുന്നു, ഇല്ലാതാക്കുന്നു എന്നല്ല, വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? വർദ്ധിപ്പിക്കുന്നത് ദൈവമാണ്. വർദ്ധിപ്പിക്കുക. നമ്മൾ നോക്കിയിട്ട് വർദ്ധിക്കുന്നില്ല, നമ്മൾ നോക്കിയിട്ട് ഉള്ളതും കൂടെ കയ്യിൽ നിന്ന് പോകുന്ന ലക്ഷണമാണ്. ദൈവം എന്ത് ചെയ്യുമെന്നറിയാമോ? നമുക്കുള്ളതിനെ വർദ്ധിപ്പിക്കും. നമ്മുടെ കയ്യിലിരുന്നാൽ പോലും ചില പ്രോസസ്സുണ്ട്, ഒരാത്മീയമായ ഒരു പ്രോസസ്സുണ്ട്. അതിനൊരു പ്രാർത്ഥനാ രീതിയാണ് യേശു പഠിപ്പിച്ചത്. യേശുവിൻ്റെ കൈകളിൽ കൊടുത്ത അപ്പം യേശു ഒടിച്ചു, മുറിച്ചു എന്ന് മാത്രമല്ല, അതിനെ വർദ്ധിപ്പിച്ചു എന്നെഴുതിയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ജീവിതത്തെ വർദ്ധിപ്പിക്കുന്നൊരു ദൈവമുണ്ട്. വർദ്ധിപ്പിക്കും. എന്താ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ വാക്കിൽ തന്നെ അതിനർത്ഥമുണ്ട്, ഇരട്ടിപ്പിക്കും. അത് വർദ്ധിച്ചു വർദ്ധിച്ചു വരും. അത് ദൈവത്തിൻ്റെ ഒരു കടാക്ഷമാണ്. അതെങ്ങനെയാണ് നടന്നത്? അതേത് ടെക്നിക്കാണ് അത് ഉപയോഗിച്ചത്? നമുക്കറിയണമല്ലോ. വായിച്ചു പോയാൽ പോരാ, അത് പഠിക്കാനുണ്ട്. സംഭവം നടക്കുന്ന സ്ഥലവും സാഹചര്യവും എല്ലാം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. വലിയ ജനക്കൂട്ടമുള്ള ഒരു സദസ്സാണ്, ഒരു സാഹചര്യമാണ്. 100, 200, 300 പേരൊന്നുമല്ല, ആയിരക്കണക്കിന് ആളുകൾ. എഴുതിയിട്ടുണ്ട് ഇഷ്ടം പോലെ, ഏകദേശം 5000 പുരുഷന്മാർ തന്നെ ഉണ്ടായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. 5000 പേരെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും
നല്ലൊരു ബ്ലോക്ക് ഉണ്ടാവും. 5000 പേര് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വോളണ്ടിയേഴ്സിൻ്റെയും പോലീസിൻ്റെയും സഹായം നമുക്ക് ആവശ്യമാണ്. റോഡിലെ ട്രാഫിക് നിയന്ത്രിക്കാനും അതിലെ പോകുന്ന വാഹനങ്ങൾ അപകടമുണ്ടാകാതിരിക്കാനും ഒക്കെ വോളണ്ടിയർമാരുടെയും പോലീസുകാരുടെയും സഹായം ആവശ്യമുണ്ട്. 5000 പേര്, 100 പേര് ഇത്ര, 500 ഇത്ര, 1000, അങ്ങനെ 5000 പേരെന്ന് പറയുമ്പോൾ നല്ലൊരു ജനക്കൂട്ടമാണ്. 5000 പേര് അന്നത്തെ കാലത്ത് യേശുവിൻ്റെ വചനം കേൾക്കാൻ ഒരുമിച്ച് കൂടി. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു. അങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോൾ യേശു ഒരു ചോദ്യം പറയാണ്, എല്ലാവർക്കും ഫുഡ് കൊടുക്കണമെന്നൊരു ഓർഡർ. എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ആദ്യം പറയണമായിരുന്നു. പ്ലാൻ ചെയ്ത ആദ്യത്തെ ദിവസത്തെ ശുശ്രൂഷയുടെ സമയത്തെ ശിഷ്യന്മാരോട് പറയണമായിരുന്നു, നിങ്ങളാരും ഇവിടെ ഇരിക്കേണ്ട, ആൾ കൂടുതലുണ്ട്, നമുക്ക് ഭക്ഷണത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ പുറത്ത് പോകണം, അതിൻ്റെ ആവശ്യക്കാരെ, ബെനഫാക്ടർമാരെ, ഉപകാരികളെ കണ്ടെത്തി ഇത് വേണ്ട പോലെ ചെയ്യണമെന്നൊരു അറിവ്. ഇതാരും ഒന്നും പറയാൻ പോയില്ല. പെട്ടെന്ന് നമ്മൾക്കാണ് ഇഷ്ടപ്പെടുമോ? ഭക്ഷണം കൊടുക്കണം. നമ്മുടെ വീട്ടിലേക്ക് 2 പേര് എക്സ്ട്രാ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നാൽ തന്നെ നമ്മൾ പെട്ടെന്ന് തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ ആകെ വിഷമിക്കും. ദൈവം അവർ പറഞ്ഞില്ലല്ലോ, ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് വരാൻ പാടില്ലായിരുന്നോ, അയ്യോ ഇച്ചിരി നേരത്തെ പറയുമായിരുന്നു, ഞങ്ങൾ ഇച്ചിരി കരുതുമായിരുന്നു. നമ്മളൊരു വീട്ടിലേക്ക് നമ്മൾ ഉച്ചഭക്ഷണത്തിനോ വൈകിട്ടോ നമ്മളവിടെ താമസിക്കും, നമ്മൾ നേരത്തെ പറയും, ഞങ്ങളിങ്ങനെ 2-3 പേര് വരുന്നുണ്ട് കേട്ടോ, നാളെ പോകത്തുള്ളൂ, ഞങ്ങൾ അവിടെ നിന്ന് കിടക്കും, സ്റ്റേ എവിടെയാണ് എന്ന് പറയുമ്പോൾ അവർ പ്ലാൻ ചെയ്യും. ഇതൊരു പ്ലാനിങ്ങും ഇല്ലാത്തൊരു കാര്യം നടക്കുകയാണ്. 5000 പേരുണ്ട്. 1-2 പേരോ വീട്ടിൽ വന്ന 2 ഗസ്റ്റിൻ്റെ കാര്യം പറയുന്ന പോലെ അല്ല ഇത്. 5000 പേരവിടെയുണ്ട്. അപ്പോൾ 13-ാമത്തെ വാക്യം, അവൻ പ്രതിവചിച്ചു, നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ. അവർ പറഞ്ഞു, ഞങ്ങളുടെ പക്കൽ 5 അപ്പമേ ഉള്ളൂ, 2 മീനും ഉണ്ട്, 2 മത്സ്യം ഇരിപ്പുണ്ട്. 5 അപ്പം. അപ്പോൾ ചിന്തിക്കരുത് അന്നത്തെ 5000 അപ്പമാണ്, ഇന്നത്തെ 5 5 അല്ല. അന്നത്തെ 5ഉം ഇന്നത്തെ 5ഉം സെയിമാണ്. ഒരു കണക്കധ്യാപകനും പഠിപ്പിക്കാത്ത കണക്കാണ് ഇനി യേശു പഠിപ്പിച്ചത്. അത് ദൈവത്തിൻ്റെ കണക്കാണ്. കണക്ക് പഠിപ്പിക്കുമ്പോൾ അതിനൊരു ഓരോ കണക്കുണ്ട്. ഒരു കണക്ക്, ഇത് വേറൊരു കണക്കാണ്. ഇത് ദൈവത്തിൻ്റെ കണക്കാണ്, ദൈവരാജ്യത്തിൻ്റെ കണക്കാണ്. 5 അപ്പമേ ഉള്ളൂ, 5000 പുരുഷന്മാരുണ്ട്, സ്ത്രീകൾ കുട്ടികൾ വേറെ. 5 അപ്പത്തെ എത്ര ഒടിച്ചാലും മുറിച്ചാലും കഷ്ണമാക്കിയാലും ആർക്കും തികയത്തില്ല. 5 അപ്പം കൂടിപ്പോയാൽ 3 പേര് ഭക്ഷിക്കും. 5 അപ്പം ശരിക്കും 2-3 പേർക്കേ ഉള്ളൂ. ഇത് 5000 പേരാണ്. ഇവിടെയാണ് മിറക്കിൾ സംഭവിക്കാൻ, വർധനവുണ്ടാകാൻ, ദൈവം ശിഷ്യന്മാരെ അത്രയും ജനത്തെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനാ രീതി, അത്ഭുതം നടക്കാനുള്ള പ്രോസസ്സ് എന്തായിരുന്നു എന്ന് നിങ്ങൾ കേൾക്കുക. വചനം എടുത്ത് നിങ്ങളുടെ മുമ്പിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതേ ബൈബിൾ ഭാഗം നിങ്ങൾ തുറന്നു വയ്ക്കണം. ഞാൻ ഈ പറയുന്നത് അതുപോലെയാണോ അതോ വളച്ച് തിരിച്ച് പറയുകയാണോ, കറക്റ്റ് അതനുസരിച്ചാണോ വ്യാഖ്യാനിക്കുന്നതെന്ന് നിങ്ങളും അറിഞ്ഞിരിക്കണം. 13-ാമത്തെ വാക്യം, 5 അപ്പവും 2 മത്സ്യവേ ഞങ്ങളുടെ പക്കലുള്ളൂ. ഈ ജനങ്ങൾക്കെല്ലാവർക്കും ഭക്ഷണം നൽകണമെങ്കിൽ ഞങ്ങൾ പോയി വാങ്ങിക്കൊണ്ടുവരണം. ഞങ്ങൾ കടയിൽ പോകാം, ഹോട്ടലിൽ പോകാം, റിസോർട്ടിൽ പോകാം, നോക്കട്ടെ, നമുക്ക് വാങ്ങിക്കൊണ്ട് വന്നാലേ നടക്കത്തുള്ളൂ, ഇത് വിജനപ്രദേശമാണ് എന്നൊക്കെ പറഞ്ഞു. 14-ാമത്തെ വാക്യം, അവിടെ ഏകദേശം 5000 പുരുഷന്മാർ തന്നെ ഉണ്ടായിരുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, 5 അപ്പമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴും, അയ്യോ അത്രേ ഉള്ളോ, കഷ്ടമായിപ്പോയി, നിങ്ങൾ ഇച്ചിരി കരുതേണ്ടതായിരുന്നു, നിങ്ങൾ എന്ത് നോക്കിയാണ് വന്നത്, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ, ഇതൊന്നുമല്ല പറഞ്ഞത്. അതിനെക്കുറിച്ച് വേറെ മറുപടി ഒന്നുമില്ല. യേശു പറഞ്ഞു, 50 വീതം പന്തികളായി ജനങ്ങളെ 50 പേര് വെച്ച് അങ്ങ് ഇരുത്തിക്കോളാൻ പറഞ്ഞു. 5000 ആണ്, എത്ര പന്തികൾ വേണമെന്ന് കൂട്ടിക്കോ. ഒരു ലൈനിൽ 4 പേരെ 8 പേരെന്ന് പറയുന്ന പോലെ 50 പേരെ ഇരുത്തി ആ ഗ്രൗണ്ട് മുഴുവൻ ഒരു ഓർഡർ അനുസരിച്ച് ഇരുത്തിക്കോളാൻ പറഞ്ഞു. എല്ലാവരും പോകാൻ വേണ്ടി എഴുന്നേറ്റവരാണ്. കാരണം ഇതൊരു കുറച്ച് ദിവസമായി ഇവർ വചനം കേൾക്കാൻ വന്നിട്ട്. പോകാൻ വേണ്ടി ഇരുന്നപ്പം യേശു എല്ലാവരെയും ഇരുത്തി. ഞാൻ നിൽക്കുന്നത് പോലെ യേശു അവിടെ നിൽക്കുകയാണ്, എല്ലാവരും ഇരിക്കുകയാണ്. ഇനി അടുത്തൊരു കാര്യം എഴുതിയിട്ടുണ്ട്, ആ വാക്യം ശ്രദ്ധിക്കുക. 15-ാമത്തെ വാക്യം, അവർ അങ്ങനെ ചെയ്തു, എല്ലാവരും ഇരുത്തി. 16-ാമത്തെ വാക്യം, അപ്പോൾ അവൻ ആ 5 അപ്പവും 2 മീനും എടുത്തു. അപ്പവും മീനും എടുക്കണമെങ്കിൽ ഈ അപ്പം, ഇത് വേറൊരാളുടെ, യേശു കൊണ്ടുവന്ന ബാഗിനകത്തല്ലായിരുന്നു ഈ അപ്പം ഉണ്ടായിരുന്നത്. ഈ അപ്പം ശിഷ്യന്മാരുടെ കയ്യിലായിരുന്നു. അവരാ പറഞ്ഞത്, ഞങ്ങളുടെ കയ്യിൽ 5 അപ്പവും 2 മീനും. ഇതിനിടയിൽ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അവരുടെ കയ്യിലിരുന്നതിനെ ഇവിടെ യേശുവിൻ്റെ കയ്യിൽ അവർ കൊണ്ടുപോയി കൊടുത്തു. ഇതൊരു പ്രോസസ്സാണ്, അത് വിശ്വാസത്തിൽ നടക്കുന്നൊരു പ്രവൃത്തിയാണ്. നമ്മുടെ പ്രാർത്ഥനയിലും അത് നടക്കണം. ഒരു പുസ്തകം നോക്കി എന്തെങ്കിലും ചൊല്ലി പ്രാർത്ഥിച്ച് തീരാൻ ഉള്ളതല്ല. അങ്ങനെ മാത്രമല്ല പ്രാർത്ഥന. വിശ്വാസത്തിൽ
നമുക്ക് ചില കൈമാറ്റങ്ങൾ നടക്കണം. നിൻ്റെ ഭാരം എന്നെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞില്ലേ ദൈവം? നിൻ്റെ ഭാരം നീ ചുമന്നുകൊണ്ട് നടക്കണ്ട, നീ എന്നെ ഏൽപ്പിക്കുക, ഞാനത് വഹിക്കും. ഇതുപോലെ ശിഷ്യന്മാരുടെ ബാഗിനകത്തിരുന്ന അപ്പം എല്ലാവർക്കും കൊടുക്കാൻ തികയത്തില്ല, 5000 പേരുണ്ട്. യേശു അത് ആരുടെ കയ്യിൽ കൊണ്ട് കൊടുത്തു? യേശുവിൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു. ഇത് ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ ദൈവം കാണിച്ചു തരുവാണ്. നിങ്ങളുടെ കയ്യിലിരുന്ന് അത് 5 ഇരിക്കുകയുള്ളൂ, എൻ്റെ കയ്യിൽ തരിക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെന്താണ് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നമായി നിങ്ങളുടെ മുമ്പിലുള്ളത്? നിങ്ങളത് ചുവന്നുകൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ടു എന്നല്ലാതെ അതിൽ കവിഞ്ഞ് എന്ത് മേന്മയാണ് നിങ്ങൾക്കുണ്ടായത്? നിങ്ങളുടെ ശരീരം അല്പം ക്ഷീണിച്ചു, നിങ്ങളുടെ മുഖം അല്പം വാടി, നിങ്ങളുടെ കുറച്ച് പ്രഷറും ഷുഗറും ഒക്കെ അല്പം കൂടിയിട്ടുണ്ട്, നിങ്ങളിപ്പോൾ അല്പം ഡിസോർഡറാണ്. കാണുന്നവർ തന്നെ നിങ്ങളുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്, എന്തോ ടെൻഷനുണ്ട് താങ്കൾക്ക്, എന്തോ ആ വിഷമമെന്ന് ചോദിക്കാൻ തുടങ്ങി, മുഖത്ത് ചില പാടുകൾ വീഴാൻ തുടങ്ങി. ടെൻഷൻ കാരണം. നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുമ്പോൾ കിട്ടുന്ന പ്രത്യേകത ഇതൊക്കെയാണ്. അവരെന്ത് ചെയ്തു എന്നറിയാമോ? ആ 5 അപ്പം യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. നിങ്ങളിന്ന് ഈ 32ാമത്തെ ദിവസം ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, 32 ദിവസമായി നിയോഗങ്ങൾ സമർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനെ പ്രതിഷ്ഠിക്കാൻ ഒരുങ്ങുമല്ലേ? നിയോഗങ്ങൾ സമർപ്പിച്ചു കൊണ്ടിരിക്കുകയല്ലേ? അത്ഭുതങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയല്ലേ? നിങ്ങളുടെ വിഷയത്തെ ഇന്ന് ആരാധനയിലും പ്രാർത്ഥനയിലും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഈ 5 അപ്പം കൊണ്ടുപോയി കൊടുത്ത പോലെ ദൈവം ഇതാണ്, അത് കൊടുക്കണം. അതെങ്ങനെ കൊടുക്കും? അത് വിശ്വാസത്തിൽ നടക്കുന്നൊരു പ്രവൃത്തിയാണ്, ഒരു പ്രോസസ്സാണ്. എടുത്ത് യേശുവിൻ്റെ കയ്യിൽ കൊടുത്തു. അത്ഭുതം നടക്കുന്നത് മുഴുവൻ മനുഷ്യൻ്റെ കയ്യിലിരുന്നുകൊണ്ടല്ല, ദൈവകരങ്ങളിലിരുന്നുകൊണ്ടാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് കൊണ്ട് അത്ഭുതമില്ല, അത് ദൈവകരങ്ങളിൽ എത്തുമ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുക. ഈ അപ്പം കൊണ്ട് കൊടുത്തതുപോലെ ജീവിതത്തെ അതുപോലെ ഒന്ന് കൊടുത്തേ, നിങ്ങളുടെ പ്രാർത്ഥനയെ അതുപോലെ കൊടുത്തേ, നിങ്ങളുടെ സ്വപ്നങ്ങളെ ഇതുപോലെ കൊടുത്തേ. ആ ബാഗിലിരുന്ന 5 അപ്പം ശിഷ്യന്മാരെടുത്ത് യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ഞങ്ങൾക്കിത് പരിഹരിക്കാൻ കഴിയില്ല, ഇത്രയും പേർക്ക് ഭക്ഷണം കൊടുക്കാൻ ഈ 5 അപ്പം തികയില്ല. പ്രിയപ്പെട്ടവരെ, ജീവിതത്തെ ഇതുപോലെ കൊടുത്താൽ കുറച്ച് മാറ്റങ്ങൾ സംഭവിക്കും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഓർക്കും പണച്ചെലവുള്ള എന്തോ കാര്യമാണ് പറയുന്നതെന്ന്. ഇതിനൊരു പണച്ചെലവുമില്ല. ഇതിന് പണം മുടക്കി ചെയ്യേണ്ട ഒരു കാര്യമല്ല കേട്ടോ പറയുന്നത്. നേർച്ചപ്പെട്ടിയിൽ കുറേ പൈസ ഇട്ടതിന് ശേഷം പ്രാർത്ഥിക്കേണ്ട രീതിയെക്കുറിച്ചല്ല പ്രസംഗിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്ന്, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ചെന്ന്, നിങ്ങളുടെ ആരാധനയുടെ സ്ഥലങ്ങളിൽ ചെന്ന്, നിങ്ങളുടെ ദേവാലയത്തിൽ ചെന്ന് നിങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ സ്വപ്നങ്ങളെ ആ അപ്പം ശിഷ്യന്മാർ കൊടുത്തതുപോലെ വിശ്വാസത്തിൽ ദൈവകരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ ഈ കാര്യം സംഭവിക്കും. അത് എഴുതിയിരിക്കുന്നത് 16ാമത്തെ വാക്യമാണ്. അപ്പോൾ അവൻ ആ 5 അപ്പവും 2 മീനും എടുത്തു. അത് കൊടുത്തപ്പോൾ അത് എടുത്തു, അത് കൈകളിൽ എടുത്തു. വിശ്വസിക്കാൻ പറ്റുമോ? ഞാൻ എൻ്റെ ജീവിതത്തെയാണ് കൊടുത്തത്. എനിക്കറിയാം ഞാൻ കൊടുത്തതിനെ ദൈവത്തോട് ഇട്ടിട്ട് പോവില്ലെന്ന്. ഞാൻ കൊടുത്തത് എൻ്റെ ജീവിതത്തെയാണെങ്കിൽ എൻ്റെ ജീവിതത്തെ ദൈവം എടുത്തിരിക്കും. ഞാൻ കൊടുത്തത് എൻ്റെ ഭാവിയാണെങ്കിൽ അതവിടെ ദൈവം എഴുതി തള്ളിയിട്ട് പോവില്ല, അതിനെ എടുക്കും. ഞാൻ കൊടുത്തത് എൻ്റെ രോഗമുള്ള ശരീരമാണെങ്കിൽ എൻ്റെ ശരീരത്തെ ദൈവം എടുക്കും. ഞാൻ കൊടുത്തത് എൻ്റെ തകർന്ന ജീവിതമാണെങ്കിൽ എൻ്റെ ദൈവം അത് എടുക്കും. ആദ്യം അതിരിക്കുക. നമ്മളെയൊന്നും എല്ലാവരും അത് എടുക്കൂല കേട്ടോ. എല്ലാം എടുക്കാൻ നിൽക്കുകയില്ല. എല്ലാവരും ഇങ്ങനെയൊക്കെ കാര്യം കാണുമ്പോൾ ഇട്ടിട്ട് പോവുകയുള്ളൂ. പക്ഷെ ദൈവം അതിനെ എടുക്കും. നിങ്ങളുടെ ജീവിതത്തെ ദൈവം എടുക്കും. നിങ്ങളുടെ തലമുറയെ ദൈവം എടുക്കും. നിങ്ങളുടെ സ്വപ്നങ്ങളെ ദൈവം എടുക്കും. നിങ്ങളുടെ രോഗമുള്ള ശരീരത്തെ ദൈവം എടുക്കും. നിങ്ങളുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ട മനസ്സിനെ ദൈവം എടുക്കും. നിങ്ങൾ ആരും വേണ്ടാന്ന് പറഞ്ഞ് എഴുതിത്തള്ളി നിങ്ങളുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ കൈ കൊടുക്ക്. ദൈവം അതിനെ എടുക്കും. ദൈവം അതിനെ കൈകൾ കൊണ്ട് എടുക്കും. എന്നിട്ട് എടുത്തിട്ട് എവിടെ വെക്കും? എന്തു ചെയ്യും? എടുത്തു. എന്നിട്ട് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി. അതങ്ങ് ഉയർത്തി സ്വർഗത്തിലേക്ക് ഇങ്ങനെ നോക്കി. നിങ്ങൾ കൊടുത്തതിൻ്റെ മേൽ ഒരു കാര്യം നടന്നിട്ടുണ്ട്, ആശീർവദിച്ചു എന്ന്. നിങ്ങൾ കൊടുത്തതിൻ്റെ മേൽ ദൈവം ആശീർവദിച്ചു. പ്രിയപ്പെട്ടവരെ, ശിഷ്യന്മാരുടെ കയ്യിലിരുന്നായിരുന്നെങ്കിൽ 5 തന്നെ തുടർന്നേനെ. ഒരു അത്ഭുതവും ഒരു മിറക്കിളും ഒരു വർധനവും നടക്കില്ലായിരുന്നു. അവരെ ആരോ പറഞ്ഞു, അത് കൊണ്ടുപോയി ആ ഗുരുവിൻ്റെ കയ്യിൽ കൊടുക്കുക, ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക, അത് അവിടുന്ന് ആശീർവദിക്കും. നിങ്ങൾക്ക് വിശ്വാസത്തിൽ കൊടുക്കാൻ കഴിയുമോ? എൻ്റെ മദ്യപാനിയായ എൻ്റെ ജീവിത പങ്കാളിയെ ദൈവമേ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. അപ്പോൾ ദൈവം എന്ത് ചെയ്യും? ആ മനുഷ്യനെ കുറവുകളോടെ എടുത്ത് ആ മനുഷ്യൻ്റെ മേൽ ദൈവം ഒരു ആശീർവാദം കൊടുക്കും. അപ്പോൾ അയാളുടെ സ്ഥിതി മാറും, അയാളുടെ സ്വഭാവം മാറും, അയാളുടെ ജീവിതത്തിൽ നന്മകൾ വരാൻ തുടങ്ങും.
എന്തു കാര്യവുമായിക്കൊള്ളട്ടെ കേട്ടോ, ഇത് അപ്പമാണ്. പക്ഷെ ഞാനിവിടെ സംസാരിക്കുന്ന അപ്പത്തെക്കുറിച്ച് മാത്രമല്ല, ജീവിതത്തെക്കുറിച്ച്, വിദ്യാഭ്യാസത്തെക്കുറിച്ച്, സ്വപ്നങ്ങളെക്കുറിച്ച്, അവനവൻ്റെ ആത്മീയ ജീവിതത്തെക്കുറിച്ച്. നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇറുക്കി പിടിച്ചാൽ അവിടെ നിൽക്കുമെന്ന് ചിന്തിക്കരുത്. നമ്മളത് വിശ്വാസത്തിൽ ദൈവകരങ്ങളിൽ വച്ചു കൊടുക്കണം. ദൈവം, ഇതാണ് എൻ്റെ ജീവിതം, ഇത്രേ ഉള്ളൂ, ഇതുപോലെയാണ് എൻ്റെ അവസ്ഥ, ഇതാണ് സാഹചര്യം, എനിക്കറിയില്ല ഇതെങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന്, എനിക്കറിയില്ല ഇതെങ്ങനെ കൊടുക്കുമെന്ന്, എനിക്കറിയത്തില്ല. അപ്പോൾ ദൈവം അതിനെ എടുത്തിട്ട് അതിനെ ആശീർവദിക്കും, അതിനെ അനുഗ്രഹിക്കും. അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ മാറ്റമുണ്ടായോ? എന്നിട്ട് എന്താ ചെയ്തേ? ആശീർവദിച്ചതിന് ശേഷം അത് വിളമ്പാൻ വേണ്ടി അവരുടെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചു, തിരിച്ചേൽപ്പിച്ചു കൊടുത്തു. നോക്കൂ, ഇവിടെ നടന്ന കുറച്ച് അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കേണ്ട കാര്യമാണ്. നമ്മളെല്ലാം 5,000 ആകാൻ വേണ്ടി രാത്രിയും പകലും കടന്ന് തലകൊത്തി നിന്ന് പണിയെടുക്കുകയാണ്. എന്നിട്ടൊന്നും മെച്ചമില്ല, ഒരു നന്മയായിട്ടൊന്നും അതിന് കാണാനും പറ്റുന്നില്ല പലർക്കും. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹമായി വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ കൈകളിൽ മാത്രം ഇരുന്നാൽ പോരാ. നിങ്ങളത് പ്രാർത്ഥനയിൽ, വിശ്വാസത്തിൽ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് പ്രാർത്ഥനയിൽ കൈമാറ്റം നടക്കണം. അത് കൈമാറണം. എൻ്റെ കയ്യിൽ ഇരുന്നാൽ അത് 5 തന്നെ ഇരിക്കും. അത് ദൈവത്തിൻ്റെ കരങ്ങളിലൂടെ ഒന്ന് കയറി ഇറങ്ങണം. അതാണ് നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയുന്നത്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചുമ്മാ പോയിരുന്നു, എന്തൊക്കെയോ പ്രാർത്ഥിച്ചു, എന്തൊക്കെയോ ചൊല്ലി എഴുന്നേറ്റ് പോകുന്നു. അതല്ല, നമ്മുടെ ജീവിതത്തെ ആ 5 അപ്പം കണക്ക് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുന്ന സമയത്തിൻ്റെ പേരാണ് പ്രാർത്ഥനയുടെ സമയം. എന്തെങ്കിലും ചെല്ലുന്ന സമയത്തെ അതിൻ്റെ പേരാ ചടങ്ങു പ്രാർത്ഥന. ഒരു പുസ്തകമെടുക്കുന്നു, അതിൻ്റെ താള് തുറക്കുന്നു, ആ പേജ് തൊട്ടങ്ങ് ചൊല്ലിത്തുടങ്ങുന്നു. അവിടെ ഹൃദയം ആക്റ്റീവ് ആകുന്നില്ല, അവിടെ നാവ് ചലിക്കുന്നു, കണ്ണുകളിലൂടെ ഇങ്ങനെ നോക്കി എന്തൊക്കെയോ ചെല്ലിക്കൂട്ടുന്നു. പല കുടുംബങ്ങളിലും ചെല്ലിക്കൂട്ടലുകൾ മാത്രമേ ഉള്ളൂ. ഇതുപോലെ പ്രാർത്ഥനയിൽ ചില കൈമാറ്റങ്ങൾ നടക്കണം. അപ്പം മാത്രമല്ല, ജീവിതവും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലായ്മകളും പരിഹരിക്കാനാവാത്ത വിഷയങ്ങളുണ്ടല്ലോ, അതൊക്കെ തലയെ വെച്ച് ചുമന്നുകൊണ്ട് നടക്കാനല്ല, ദൈവമേ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തത് എന്താണേലും അത് വർദ്ധിച്ചിരിക്കും. പഠിക്കാൻ കഴിവില്ലാത്ത കുഞ്ഞുങ്ങൾ, പഠനത്തിൽ പുറകോട്ട് പോയ നിങ്ങൾ എന്തു ചെയ്യണം? നിങ്ങളുടെ ബുദ്ധിയെ, നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്നുള്ള നിങ്ങളുടെ സ്വപ്നത്തെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കണം. ഒരു ദിവസമല്ല, എല്ലാ ദിവസവും ഇത് തുടരണം. അതിന് വലിയ ഭാരമൊന്നുമില്ല. നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ നടക്കണം. ദൈവമേ, എന്നെ ഞാൻ ഏൽപ്പിച്ചു, എനിക്ക് ഈ വിഷയം വിഷമമാണ്, ഇതെനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഈ കാര്യം എനിക്ക് ഒരിക്കലും ജയിക്കാൻ പറ്റുന്നില്ല, ദൈവമേ എനിക്കിത് പറ്റുന്നില്ല, നിൻ്റെ കരങ്ങളിൽ ഞാനത് ഏൽപ്പിച്ചു തരുന്നു. ദൈവം അത് കൈകാര്യം ചെയ്യും. ദൈവം അത് പരിഹരിക്കാനുള്ള വഴികൾ ദൈവത്തിനുണ്ട്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നമ്മൾ കണ്ട വഴിയല്ല ദൈവം നമുക്ക് വേണ്ടി കണ്ടിട്ടുള്ളത്. അത് പ്രധാനപ്പെട്ടതാണ്. നമ്മൾ എപ്പോഴും ചിന്തിക്കും, സാധാരണ പോലെ ചിന്തിക്കും. 5 അപ്പം എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവർ കണ്ട വഴി എന്നാണെന്നറിയാം. ഞങ്ങൾ കടയിൽ പോകാം, ഞങ്ങൾ ടൗണിൽ പോയി ഇപ്പോൾ വരാം, എല്ലാം ഓടിപ്പോൾ പോയിട്ട് വരാം, ഞങ്ങൾ എല്ലായിടത്തും പെറുകിക്കൊണ്ട് വരാം, അപ്പം, ഭക്ഷണം, ഫുഡ് എല്ലാം എടുത്തുകൊണ്ട് വരാം. അതാ അവർ കണ്ട വഴി. പക്ഷേ അത് അത്ഭുതമാക്കാൻ ദൈവം കണ്ട വഴി, അത് എൻ്റെ കയ്യിൽ തരിക, ആ ഒരു ആത്മീയ രീതിയാണ്. പ്രിയപ്പെട്ടവരെ, എടുത്തിയാടാൻ എളുപ്പമാണ്, പരിഹരിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ദൈവം കണ്ട വഴിയിലൂടെയാണ് നമ്മൾ പ്രാർത്ഥനയിൽ മുന്നോട്ട് നീങ്ങുന്നതെങ്കിൽ അതാർക്കും ഒരു കുഴപ്പമില്ലാതെ, നമ്മൾ പറയില്ലേ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ആ പ്രശ്നം പരിഹരിച്ചു എന്ന്, അതുപോലെ ദൈവത്തിനറിയാം ഏത് വിഷയവും എങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്ന്, എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന്. നമ്മൾ ചിന്തിക്കും അങ്ങനെ ചെയ്താലാ പരിഹാരം, ഇങ്ങനെ ചെയ്താലാ പരിഹാരം. അല്ല, നോക്കൂ ശിഷ്യന്മാർ എന്താ ചെയ്തത്? അത് യേശുവിൻ്റെ കൈകളിൽ കൊടുത്തു. 32 ദിവസമായി നമ്മൾ ഒരുമിച്ച് കാണാനും പ്രാർത്ഥിക്കാനും തുടങ്ങിയിട്ട്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ, കുടുംബങ്ങളിൽ, സ്ഥലങ്ങളിലിരുന്ന് ഈ വചനം ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നത്. ഇത് നിങ്ങൾ പഠിക്കണം. ഈ 33 ദിവസം കൊണ്ട് മറ്റു വലിയ പ്രയോജനങ്ങളൊന്നും ഇല്ല എന്ന് തോന്നിയാൽ പോലും ഈ ഒരു ആത്മീയ രീതി ഒന്ന് സ്വീകരിച്ച് എൻ്റെ ഏത് കാര്യം വന്നാലും ഞാൻ അത് പ്രാർത്ഥനയിൽ ആ 5 അപ്പം കണക്ക് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞാൻ കൊടുക്കും. ഞാനിത് അനുഭവവും സാക്ഷിയാണ്. ഞാൻ പല വിഷയങ്ങളും എനിക്ക് പരിഹരിക്കാനാവാത്ത വിഷയങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. നാളെയെക്കുറിച്ച് ആകുലപ്പെട്ടു പോയ അന്തരീക്ഷമുണ്ടായിട്ടുണ്ട്. ആ വെല്ലുവിളികളെ കൈകാര്യം ചെയ്യാൻ പരാജയപ്പെട്ടു പോയ സമയമുണ്ടായിട്ടുണ്ട്. പല വലിയവരുടെയും മുമ്പിൽ വല്ലാതെ തോറ്റുപോകേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. അന്നേരമൊക്കെ ഞാൻ ചെയ്ത ഒരു ആത്മീയ രീതിയാണ്, ആ ശിഷ്യന്മാർ ആ ബാഗിൽ നിന്ന് ആ 5 അപ്പത്തെ എടുത്ത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വച്ചു കൊടുത്തു. നിൻ്റെ കൈകൾ കൊണ്ട് ഇതൊക്കെ നടക്കും.
എൻ്റെ കൈകൾ കൊണ്ട് നടന്നാൽ ശരിയാകത്തില്ല. എൻ്റെ കൈകൾക്ക് ഇത്രേ കഴിവുള്ളൂ. പ്രിയപ്പെട്ടവരെ, ആ ദൈവകരങ്ങളിൽ കൊടുത്ത ഒരു വിഷയത്തെ ഓർത്തും എനിക്ക് കരയേണ്ടി വന്നിട്ടില്ല, എനിക്ക് നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല. 5 അപ്പം യേശുക്രിസ്തുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തതിന് ശേഷം ആ 5 അപ്പത്തെ ഓർത്ത് കരയാനാണോ അവർക്ക് അവസരം ഉണ്ടായത്, അതോ സന്തോഷിക്കാനാണോ? ബൈബിൾ വായിക്കുമ്പോൾ അറിയാം, അവർ അത്ഭുതപ്പെട്ടു പോയി. അവരുടെ കയ്യിലാണ് വിളമ്പാൻ ഏൽപ്പിച്ചത്. അവർ വിളമ്പി 12 കൊട്ട നിറയെ മിച്ചം. എല്ലാവരുടെ കയ്യിലും ഓരോ കൊട്ട മിച്ചമായിട്ടിരിക്കുകയാണ്. അപ്പം മിച്ചം കൊണ്ടുവരാൻ ആർക്കേ കഴിയും? മിച്ചം കൊണ്ടുവരണമെങ്കിൽ ദൈവത്തിൻ്റെ കരമാണ് ഇവിടെ പ്രവർത്തിച്ചത്. 5 ഉണ്ടായിരുന്നുള്ളൂ. ഇനി എല്ലാവരും കേട്ടേ, 5 5000 ആകുന്നേ. ഇല്ലാന്നോർത്ത് വിഷമിച്ചിരിക്കരുത്. അയ്യോ 5 ഉള്ളൂ, ഇത്രേ ഉള്ളൂ, ചെറുതാ എൻ്റെ വീട്, ഇത്രേ വിദ്യാഭ്യാസം എനിക്കുള്ളൂ. ദൈവകരങ്ങളിൽ കൊടുക്കുമ്പോൾ 5 എന്നാ ദൈവം തുടങ്ങുന്നത്. 5 മതി ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ. 5 മതി. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ 5 കൊണ്ടൊന്നും ആകത്തില്ല, 5000 ഒക്കെ വേണം. നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ കുറേ വേണം. ദൈവത്തിന് നിൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ, നിൻ്റെ കാര്യങ്ങളെ അത്ഭുതമാക്കി മാറ്റാൻ 5 മതി കുഞ്ഞേ. 5 എന്നാൽ ദൈവത്തിന് തുടങ്ങാൻ പറ്റും. നമുക്ക് തുടങ്ങൽ 5000 10000 ഒക്കെ വേണം. ദൈവത്തിന് 5 എന്ന് 5 അപ്പമാ 5000 ആയത്. പക്ഷേ 5 അപ്പത്തിൻ്റെ മേൽ സ്വന്തം ബുദ്ധിയല്ല പ്രവർത്തിച്ചത്, ദൈവശക്തി പ്രവർത്തിച്ച്, ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായി, ദൈവത്തിൻ്റെ കാരുണ്യമുണ്ടായി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രവർത്തിച്ചു. ഇതൊന്നും മറന്നു പോകരുത്, നിസ്സാരമായി കാണരുത്. 5 അപ്പത്തെ യേശു എടുത്ത് അതിനൊരു കാര്യം ചെയ്തു, ആശീർവദിച്ചു. അതൊരു പ്രാർത്ഥനയാണ്. ആശീർവദിച്ചു, അതിൻ്റെ മേലൊരു പ്രാർത്ഥനയുണ്ടായി. ചുമ്മാതങ്ങും ഒരു അത്ഭുതം അങ്ങ് ഒരു മാജിക്കാരെ കാണിക്കുന്ന പോലെ ഒരു പ്രോഗ്രാം കാണിക്കുകയല്ല ചെയ്ത്, ഒരു പ്രോഗ്രാം നടത്തുകയല്ല ചെയ്ത്. അതിൽ പ്രാർത്ഥിച്ചു, സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി, എന്നിട്ട് ആശീർവദിച്ച് മുറിച്ചു. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു കുഞ്ഞു കാര്യം, ഒരു മെസ്സേജ്, ഒരു ദൂത് പറയാനുണ്ട്. ഇത്രയും വർദ്ധിച്ചു, 12 കൊട്ട മിച്ചം വന്നു, അതാണ് ഇതാണ് ഭയങ്കര സംഭവമാണെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഒരു കുഞ്ഞ് വേദനയുണ്ട് അതിനകത്ത്. എന്നാണെന്നറിയാമോ? അവർ കൊടുത്ത 5 അപ്പത്തെ യേശു ആശീർവദിച്ചു, സന്തോഷമാണ്, എടുത്തു, സന്തോഷമാണ്. പക്ഷെ എഴുതിയിട്ടുണ്ട്, അതിനെ ഒരു ഒടിയൊടിച്ചു, ഒന്ന് മുറിച്ചു. മുറിച്ചത് വേദനയാണ്. ദൈവത്തിൻ്റെ കരങ്ങളിലിരുന്നാണ് ഈ അപ്പം മുറിഞ്ഞത്. ദൈവത്തിൻ്റെ കരങ്ങളിലിരുന്ന് മുറിയുന്നത് പോലും അത്ഭുതമാണ്. ചിലപ്പോൾ നമ്മൾ പറയില്ലേ, ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നയാളാണ്, എനിക്കെന്തിനാണാവോ ഇത്രയും സഹനങ്ങൾ, ഞാൻ എന്നും പ്രാർത്ഥനയും ദൈവാരാധനയുണ്ട്, ഞാൻ ആർക്കും ദ്രോഹമോ ദുഷ്ടത്തരമോ ഒന്നും പറയാൻ പോകണമില്ല, എനിക്കെന്നും സഹനമാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ മുറിയുന്നൊരപ്പമാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ മുറിയുന്നൊരപ്പമാണ്. നിങ്ങൾ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എവിടെയോ ഒരു അത്ഭുതത്തെ നിങ്ങളിൽ കണ്ടിട്ടുണ്ട്. ദൈവം അത്ഭുതമാക്കുന്നതിന് മുമ്പ് ഒന്ന് മുറിക്കും. മുറിവുള്ള ചില ജീവിതങ്ങൾ അത്ഭുതങ്ങളായി മാറിയിട്ടില്ലേ? നോ പെയിൻ നോ ഗെയിൻ, ഒരു ഇംഗ്ലീഷിൽ ഒരു ചെല്ല് പോലും ഉണ്ട്. വേദനയില്ലാതെ നേട്ടമില്ല, കിരീടമില്ല. നോ പെയിൻ നോ ഗെയിൻ. യേശു 5 അപ്പത്തെ എടുത്തു, നല്ല കാര്യം, വാഴ്ത്തി ആശീർവദിച്ചു, സന്തോഷമാണ്. പക്ഷേ ഒരു ദുഃഖമുണ്ട്, ഒന്ന് മുറിച്ചു. അങ്ങനെ മുറിഞ്ഞ അനുഭവത്തിൽ വേദനിക്കുന്നവരുണ്ട്. എന്തിനാ എന്നെ മുറിച്ചത്? കുറച്ച് കഴിയുമ്പോൾ പറയാൻ പറ്റും, അത്ഭുതമാക്കാനാണ് നിന്നെ മുറിച്ചത്. നിന്നെക്കുറിച്ചൊരു ദൈവത്തിനൊരു പദ്ധതിയുള്ളത് കൊണ്ടാണ് മുറിച്ചത്. ഈ വേദന എന്തുകൊണ്ടാണ്? നീ അനേകരുടെ ജീവിതത്തിൽ ആശ്വാസമാകേണ്ട ആളാണ്, അതുകൊണ്ടാണ് മുറിച്ചത്. അനേകരുടെ ജീവിതത്തിന് ബലമാകേണ്ട ആളാണ്, അതുകൊണ്ടാണ് നിന്നെ മുറിച്ചത്. ചിലപ്പോൾ ചില മുറിയുന്ന അനുഭവങ്ങളൊക്കെ വരും. അത് ഒടിച്ച് ഞുറുക്കി വേസ്റ്റ് കൊട്ടയിടാനല്ല, അത് വർദ്ധിപ്പിക്കാനാണ്. നമ്മളെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ മുറിച്ചിട്ട് വർദ്ധിപ്പിക്കുന്നത്? ആ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ആ ദൈവത്തിൻ്റെ ഒരു കണക്കാണ്. മുറിക്കും. പക്ഷെ ഇതെല്ലാം കണ്ടോണ്ട് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു അവിടെ. 5000 പുരുഷന്മാരെല്ലാം ഇങ്ങനെ യേശുവിനെ നോക്കി നിൽക്കുകയാണ്. ചെയ്തതൊക്കെ 5000 പേർക്കും പിടികിട്ടി, 5 എങ്ങനെ 5000 ആക്കുന്നതെന്ന്. ഇന്നും പ്രാർത്ഥിച്ച് മുന്നോട്ട് നീങ്ങുന്ന പലർക്കും ചിലപ്പോൾ പിടികിട്ടിയിട്ടില്ല. എങ്ങനെയാണ് വർദ്ധിപ്പിക്കുന്നത്? നിങ്ങളുടെ കയ്യിൽ ഇരുന്നല്ല വർദ്ധിക്കുന്നത്. നിങ്ങളത് പ്രാർത്ഥനയിൽ ദൈവകരങ്ങളിൽ കൊടുക്കുന്നതിനെയാണ് ദൈവം ആശീർവദിക്കുന്നതും വർദ്ധിപ്പിക്കുന്നതും. എന്നിട്ട് അവിടെ ഒരു വാക്കുണ്ട്, എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. അയ്യോ, ഒരു വാക്ക്, തൃപ്തരായി എന്ന്. വീട്ടിൽ 4 പേരേ ഉള്ളൂ, 4 പേരെ പോലും ഭക്ഷണം കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ താങ്കൾ വളരെ പരാജയപ്പെട്ടിട്ടുണ്ട്. ഭക്ഷണം കൊടുത്ത് തൃപ്തിപ്പെടുത്താനാണ് ഏറ്റവും വലിയ പാട്. എന്തെങ്കിലും ഒരു കുറവ് എത്രയാണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറയും, അത് ശരിയായില്ല. മനുഷ്യൻ അങ്ങനെയാണ്, ഭക്ഷണത്തിൽ തൃപ്തി വരണേ വലിയ പാടാണ്. 5 അപ്പത്തെ ദൈവത്തിൻ്റെ അനുഗ്രഹം ആശീർവദിച്ച് കൊടുത്തപ്പോൾ ഉണ്ടല്ലോ, ഒരു മനുഷ്യനും ഒരു കുറ്റവും പറയാനില്ലായിരുന്നു.
എല്ലാവരും ഭക്ഷിച്ചിട്ട് ഒരു മനുഷ്യൻ പറഞ്ഞില്ല കൊള്ളൂലായിരുന്നു, ഉപ്പില്ലായിരുന്നു, പുളിയില്ലായിരുന്നു, ഇതെവിടുന്ന് കൊണ്ടെന്ന്, ഇത് പഴയതാന്ന് തോന്നും, ഒന്നും പറഞ്ഞില്ല. എല്ലാവരും ഭക്ഷിച്ച് സന്തോഷമായി, തൃപ്തിയായി. അപ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേകതയുണ്ട്. തൃപ്തിയാകുവോളം നിന്നെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് പറ്റും. നിന്നെ തൃപ്തിപ്പെടുത്താൻ മനുഷ്യർക്കോ ആർക്കും പറ്റില്ല, ദൈവത്തിന് പറ്റും. നിൻ്റെ എന്തു കാര്യമാകട്ടെ, നിന്നെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ദൈവത്തിന് അനുഗ്രഹിക്കാൻ പറ്റും. തൃപ്തിപ്പെടുത്തുന്ന ഒരു ജോലി തരാൻ, തൃപ്തിപ്പെടുത്തുന്ന ഒരു കുടുംബജീവൻ തരാൻ, തൃപ്തിപ്പെടുത്തുന്ന ഒരു ഭാവി തരാൻ ദൈവത്തിന് പറ്റും. നിൻ്റെ കയ്യിലിരിക്കുമ്പോഴല്ല, നീ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കുക. ആ അപ്പം കണക്ക്, ഇത് എനിക്ക് പറ്റില്ല, ഇത്രേ ഉള്ളൂ, ഞാനിതാണ്, എൻ്റെ കുറവിതാണ്, എൻ്റെ ബലഹീനത ഇതാണ്, എന്നെ ആശീർവദിക്കണം. ആശീർവദിച്ച് ദൈവം നിന്നെ അത്ഭുതമാക്കി മാറ്റും. നമുക്ക് പ്രാർത്ഥിക്കാം, ആരാധനയിലേക്ക് പ്രവേശിക്കാം. നമുക്ക് ഇന്നുവരെ നടത്തിയ ആരാധനയേക്കാൾ കൂടുതൽ പ്രാർത്ഥനയോടും ഭക്തിയോടും പ്രതീക്ഷയോടും കൂടെ വേണം നടത്താൻ. സാധാരണ 31 ദിവസം പോയതുപോലല്ല, അല്പം കൂടി ശക്തിയോടെ, വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ. ഇന്നൊരു അത്ഭുതം ഉറപ്പാണ്, ഇന്നെൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുമെന്ന് ഉറപ്പാണ്. അത്ര പ്രതീക്ഷയോടെ ആരാധനയിലേക്ക് നമുക്ക് പാട്ടുപാടി പ്രതീക്ഷയോടെ, സന്തോഷത്തോടെ, അതിലേറെ വിശ്വാസത്തോടെ നമുക്ക് പ്രവേശിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ സ്വർഗീയ നിമിഷങ്ങളിൽ, അങ്ങേ സന്നിധിയിൽ സ്വർഗീയ നിമിഷങ്ങളിൽ അവിരാമം ഞങ്ങൾ പാടാം. കരങ്ങൾ ഉയർത്തി ആരാധന ആരാധന നാഥ, ആരാധന വിശ്വാസത്തോടെ പാടാം. ആരാധന ആരാധന നാഥ, ആരാധന. നമ്മുടെ ജീവിതത്തെ ഈ 32ാമത്തെ ദിവസം ഈ ദിവ്യകാരുണ്യത്തിലെ യേശുവിലേക്ക് നോക്കിയിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മളിപ്പോൾ ആരാധനയുടേതായൊരു ഗാനം പാടി. അടുത്ത ഭാഗം ഇങ്ങനെയാണ്: ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ നിൻ്റെ രൂപം. നിങ്ങൾ വീടുകളിലിരുന്നായിരിക്കാം ഇപ്പോൾ ഈ ആരാധനയിലൊക്കെ പങ്കെടുക്കുന്നത്. എവിടെയും ആയിക്കൊള്ളട്ടെ, ഏത് സാഹചര്യത്തിലാണേലും നിങ്ങൾ വിശ്വാസത്തോടെ ഈ ഓസ്തിയിൽ, ഈ തിരുവോസ്തിയിൽ യേശുവിൻ്റെ രൂപം ഒന്ന് കണ്ടിട്ട്, യേശുവിൻ്റെ രൂപത്തെ കണ്ട്, നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവം, നിങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തെ നിങ്ങളൊന്ന് വിശ്വാസത്തിൻ്റെ കണ്ണുകൾക്കൊന്ന് കണ്ടിട്ട് ഇങ്ങനെ നമ്മൾ പറയുകയാണ് ദൈവത്തോട്: ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ. ഒന്ന് പറയാമോ? പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സഹായിക്കണമേ. ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കിയിട്ട് നമ്മൾ പറയുവാണ്: ഈ തിരുവോസ്തിയിൽ ഞാൻ ഈശോയെ കാണുന്നു. ഈശോ അങ്ങ് എന്നെയും കാണുന്നു. എൻ്റെ ജീവിതം യേശു ആരെല്ലാം കണ്ടോ, യേശുവിനെ ആരെല്ലാം കണ്ടോ, അവരെല്ലാം ജീവിതത്തിൽ ഓരോ നന്മകളുണ്ടായിട്ടുണ്ട്. വിശ്വാസത്തോടെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്: ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ.
ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ. ചേർന്ന് പാടിയേ. ഈശോയെ നിന്റെ രൂപം വിശ്വാസത്തിൽ കണ്ടുകൊണ്ട് പാടാമോ? ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ. ഈശോയെ നിന്റെ രൂപം. എന്നിട്ട് സമർപ്പിക്കുകയാണ്. ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിൽ. ഈ കൊച്ചു ജീവിതമേകുന്നു, ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിലെന്നും. എന്നിട്ട് പറയാമോ? അവിരാമം ഞങ്ങൾ പാടാ. ആരാധന, 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 നാഥ ആരാധന. എല്ലാവരും ചേർന്ന് പാടാമോ? ആരാധന, ആരാധന, നാഥ ആരാധന. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ ഈ പാടിയ പാട്ടിനോടും ആരാധനയോടും ചേർത്ത് ഒരിക്കൽ കൂടി ഈ 32ാമത്തെ ദിവസം ഞങ്ങൾക്ക് നൽകിയ എല്ലാ നന്മകളെ ഓർത്ത് ഞങ്ങൾ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങൾ ഇടപെട്ടതിന് നന്ദി പറയുന്നു. ഇതുപോലൊരു മനോഹരമായ ഒരു അവസരം ഞങ്ങൾക്ക് നൽകിയതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ നിറയണമേ. പരിശുദ്ധാത്മാവെ നന്ദി, നന്ദി, നന്ദി. യേശുവേ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമുക്കെല്ലാവർക്കും 32 ദിവസം പ്രാർത്ഥനയിൽ ഒരുമിച്ചിരിക്കാൻ കഴിഞ്ഞത് നിസ്സാര കാര്യമല്ല. നിങ്ങൾ എവിടെയാണോ ആയിരുന്നത് അവിടെയാണ് ദൈവവചനം എത്തിയത്. പണ്ട് കാലത്തൊക്കെ ആയിരുന്നെങ്കിൽ നമുക്കിതുപോലുള്ള അവസരങ്ങളോ ടി വിയിലൂടെ ഇങ്ങനെ കാണാനും ആരാധിക്കാനും പറ്റുന്ന അവസരങ്ങളോ സാഹചര്യങ്ങളൊന്നുമില്ല. ഇന്ന് ഒരുപാട് കണ്ടുപിടുത്തങ്ങളും ടെക്നോളജിയൊക്കെ മാറി. അതൊക്കെ നമുക്ക് എന്ത് സൗകര്യമായി. നമ്മുടെ വീട്ടിലിരുന്ന്, നമ്മുടെ ബെഡ്റൂമിലിരുന്ന്, ഭക്ഷണം കഴിക്കുന്ന ആ സ്ഥലത്തിരുന്ന്, പ്രെയർ റൂമിലിരുന്നൊക്കെ നമുക്ക് ദൈവത്തിൻ്റെ വചനം ശ്രവിക്കാം, ആരാധനയിൽ പങ്കെടുക്കാം. നമുക്ക് നന്ദി പറയണ്ടേ? നമുക്ക് ആരാധിക്കാനും ദൈവവചനം കേൾക്കാൻ എത്രയോ അവസരങ്ങളാണ്. രോഗമായി കിടക്കുന്നവരാണ്, ആ കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലേ? ദൈവവചനം ഇങ്ങനെ കേൾക്കാനും അറിയാനൊക്കെ പറ്റുന്നില്ലേ? നിസ്സാര കാര്യമല്ല. നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. അതോടൊപ്പം ഈ 32 ദിവസവും, നാളെ 33ാമത്തെ ദിവസമാണ്, സമാപന ദിവസമാണ്. ഈ 32 ദിവസവും 10,000-കണക്കിന് ആളുകളുടെ പ്രാർത്ഥനയ്ക്കാണ് ദൈവം മറുപടി നൽകിക്കൊണ്ടിരുന്നത്. 10,000-കണക്കിന് പ്രശ്നങ്ങളെയാണ് ആരാധനയിലൂടെ, വചനത്തിലൂടെ സ്വർഗത്തിലെ ദൈവം പരിഹരിച്ചത്. എത്രയോ ഉത്തരം കിട്ടാത്ത വിഷയങ്ങളിൽ ദൈവം ഇടപെട്ടില്ലേ? എത്രയോ സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് പറയാനില്ലേ? അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. അത് ആരോടും പറയാതിരിക്കരുത്. അത് നിങ്ങൾ എഴുതി അറിയിക്കണം. അത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കാരണമാക്കണം. അത് മനസ്സിൽ നിന്ന് മായ്ച്ചു കളയരുത്. ദൈവമാണ് ആ കൃപാവരങ്ങളും സൗഖ്യവും വിടുതലൊക്കെ ഒരുക്കിയത്. ചില ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആ വചനം ഞാൻ കേട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം തകർന്നു പോയനെ. ആ വചനമാണ് എനിക്കൊരു 2ാം ജന്മം പോലെ എനിക്ക് ജീവിതം തന്നത്. ഈ വചനമാണ് എന്നോട് സംസാരിച്ച വചനമാണ്. ഞാൻ മരിക്കാനിരുന്നതാണ്, കുടുംബമായി തീരാൻ വേണ്ടി ഇരുന്നതാണ്. പക്ഷെ ആ സമയത്ത് ആ വചനമില്ലേ, ആ ആരാധനയില്ലേ, അതൊക്കെ എന്നെ വല്ലാതെ തൊട്ടു. അതിനുശേഷം ഞാൻ ഒത്തിരി കരഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ എത്രയോ കുടുംബങ്ങളിലാണെന്നറിയാമോ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം ചെയ്തത്. ഇനിയും ദൈവം ഇത് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ കേട്ട വചനങ്ങളും ഈ ആരാധിച്ച ആരാധനയൊക്കെ നിങ്ങൾക്ക് ഒരു വലിയ അനുഗ്രഹമായി, സൗഖ്യമായി, രക്ഷയായി ഒക്കെ ജീവിതത്തിൽ വരും. ഒരാൾ എന്നോട് പറഞ്ഞൊരു അനുഭവം ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഒരു വലിയ വിഷയമുണ്ടായപ്പോൾ അദ്ദേഹം ഓടിച്ചിരുന്ന മോട്ടോർ സൈക്കിൾ, ബൈക്ക് ഒരു കാട്ടിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ച് അവിടുന്ന് ബസ് കയറി അദ്ദേഹം ഒരു സ്ഥലത്ത് ചെന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന് റെയിൽവേ പാളത്തിലൂടെ സൈഡിലൂടെ നടന്നു. ആരുമില്ലാത്തൊരു സ്ഥലം വരുമ്പോൾ, വീടുകളും ആളനക്കങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലം വരുമ്പോൾ ഏതെങ്കിലും ഒരു ട്രെയിനിൻ്റെ മുമ്പിൽ ചാടണം, മരിക്കണമെന്ന തീരുമാനം അയാൾ എടുത്ത് ഇവിടുന്നൊക്കെ വാഹനം കയറി അയാളെ കാണാതിരുന്ന്
സ്റ്റേഷനിൽ പരാതി കൊടുത്തു. കുടുംബക്കാർ അന്വേഷിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളികൾ നടക്കുന്നു. ഇങ്ങനെയാളെ കണ്ടോ? കാണുന്നില്ല, വാഹനം കാണുന്നില്ല. പോലീസുകാർ അത് കേസെടുത്ത് അന്വേഷിക്കാൻ തുടങ്ങി. അദ്ദേഹമാണെങ്കിൽ ഫോണെല്ലാം സ്വിച്ച് ഓഫ് ആക്കി എവിടെയോ ഇട്ടിട്ട് അയാളുടെ കയ്യിൽ ഒന്നുമില്ല. അയാൾ പറഞ്ഞാൽ അറിയുന്ന ഒരു സ്ഥലത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ ഓട്ടോറിക്ഷയ്ക്ക് പോയി അവിടെ ബസ്സിന് ഇറങ്ങി ഓട്ടോറിക്ഷയ്ക്ക് എന്ന് ആ ട്രാക്കിലൂടെ കുറേ നടന്ന് ആളും അർത്ഥവും ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്ത്, അധികം മനുഷ്യവാസമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് അയാൾ ട്രെയിൻ വരുന്നത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, ചാടാൻ വേണ്ടി, മരിക്കാൻ വേണ്ടി. അയാൾ പറയുകയാണ്, ഞാൻ നിരന്തരമായി ധ്യാനം കൂടുന്ന ആളോ പ്രാർത്ഥിക്കുന്ന ആളോ ഒരു കരിസ്മാറ്റിക് ധ്യാനം അങ്ങനെയുള്ള ആളല്ല ഞാൻ സാധാരണ വിശ്വാസിയാണ്. പക്ഷെ ഒരു പ്രാവശ്യം എൻ്റെ വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് ഒരു ധ്യാനത്തിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ട്. ഞാൻ കുറച്ചു നേരം അവിടെ നിന്നുള്ളൂ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ആ പ്രാർത്ഥനയും രീതിയും പാട്ടും ഒച്ചയൊന്നും എനിക്ക് പിടിക്കാത്തതുകൊണ്ട് ഞാൻ അന്നേരം അവിടെ നിന്ന് തിരിച്ചു പോന്നു. ഞാൻ കുറച്ച് 10-15 മിനിറ്റ് നിന്നുള്ളൂ. പക്ഷെ നിന്ന സമയത്ത് അയാൾ നിന്നത് അകത്തുമല്ല, പുറത്താണ്. ആ കുറഞ്ഞ സെക്കൻഡിൽ അയാൾ ഒരു വചനം കേട്ടു അത്രേ. അത് കേട്ടു, അത് ജസ്റ്റ് ഒന്ന് കേട്ടു. അയാൾക്കത് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ അയാളുടെ മനസ്സിലത് കിടപ്പുണ്ട്. അയാൾ പറഞ്ഞു, പിന്നീട് എനിക്കത് ഓർമ്മ വന്നത്, ഞാൻ റെയിൽവേ ട്രാക്കിൻ്റെ മുമ്പിൽ ട്രെയിൻ വരുമ്പോൾ ചാടാൻ നിൽക്കുമ്പം എന്നതാണെന്നറിയില്ല, ആ പണ്ട് എപ്പോഴോ കേട്ട ആ വചനം എൻ്റെ മനസ്സിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വചനം ഇങ്ങനെ എന്നോട്, ആ വചനം ഇന്നുവരെ കിട്ടാത്തൊരു ശക്തിയും ഇന്നുവരെ കിട്ടാത്തൊരു പ്രചോദനവും ജീവിക്കാനുള്ള കൊതിയും, വീട്ടുകാരെ കാണണം, പെട്ടെന്ന് മാറുകയാണ് മനസ്സ്. ആ വചനം എന്നെ സഹായിച്ചു എന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കിപ്പോൾ കേട്ട പല വചനങ്ങളും ഇപ്പോൾ ഗുണം ചെയ്തില്ല, സഹായമായില്ല എന്നൊക്കെ തോന്നിയാലും നാളെ ഒരു സമയത്ത് നിങ്ങളൊരു പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കുമ്പം ശാലോം ടിവിയിലൂടെ കേട്ട വലിയൊരു വചനമായിരിക്കും, അല്ലെ ആ സ്ക്രീനിൽ വന്ന ഒരു വചനം, അന്നേരം ഒന്നും വലിയ അർത്ഥമൊന്നും തോന്നിയില്ല. ഒരു പ്രതിസന്ധിയുടെ സമയത്ത് പെട്ടെന്ന് ആ വാക്യമൊന്നും ഓർമ്മയില്ല, വചനം ഓർമ്മ വന്നു. അത് 10 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിച്ചു, ഒരു വിടുതലുണ്ടായി. വചനം ഒത്തിരി മാറ്റങ്ങളും അനുഗ്രഹങ്ങളും കൊണ്ടുവരും. മറ്റൊരു കുഞ്ഞു അനുഭവം കൂടി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു അക്രൈസ്തവ സഹോദരൻ, അയാൾക്ക് ഒരു ദൈവവചനം ഇഷ്ടപ്പെട്ടു. അയാൾ ആ വചനം വിൽക്കുന്ന, വചനം കൊടുക്കുന്ന സ്റ്റോളിൽ ചെന്ന് ഈ വചനത്തിൻ്റെ സ്റ്റിക്കർ ഉണ്ടോ എന്ന് അന്വേഷിച്ചു. അങ്ങനെ ഒരു സ്റ്റിക്കർ മേടിച്ച അയാൾ ഓട്ടോറിക്ഷ ഓടിക്കുന്നയാളാണ്. ആ ഓട്ടോറിക്ഷയിൽ അയാൾ ഇരിക്കുന്ന സീറ്റിൻ്റെ പുറകുവശത്തും മുൻവശത്തും ആ വചനത്തിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ചു. അക്രൈസ്തവനായ ഒരാളാണ്. ഒരു ദിവസം അയാൾ ആ വചനം ഒട്ടിച്ചു വെച്ചു, അയാളുടെ മനസ്സിൽ ആ വചനമുണ്ട്. ഒരു ദിവസം ഒരു ഓട്ടം പോയപ്പോൾ, ഒരു ഓട്ടോറിക്ഷയ്ക്ക് ഒരു ഓട്ടം വരുമ്പോൾ, ഒരു അമ്മയും മകനും ആ ഓട്ടോറിക്ഷയിൽ കയറി. അവരോട്ടം ഇന്ന സ്ഥലത്തേക്ക് പോകണം എന്ന് പറഞ്ഞ് ആ ഓട്ടോറിക്ഷ ഓടിച്ചു പോകുമ്പോൾ അയാൾ അവരോട് മിണ്ടിയൊന്നുമില്ല. ആ വാഹനത്തിൻ്റെ ആ പുറകിലത്തെ അയാളിരിക്കുന്ന സീറ്റിൻ്റെ പിറകിലാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്നൊരു വചനത്തിൻ്റെ സ്റ്റിക്കറാണത്. ആ പുറകിലിരുന്നവർ എന്തോ പ്രശ്നത്തിലാണ്, പ്രതിസന്ധിയിലാണ്. അവരന്നേരം ആ മൊബൈൽ ഫോൺ കൊണ്ട് ആ വചനം അങ്ങ് ഫോട്ടോ എടുത്ത് ആ മൊബൈൽ ഫോൺ ആ ഒരു വചനം ഫോണിൽ ഇങ്ങനെ വായിച്ചുകൊണ്ട് അവരുടെ പ്രശ്നത്തെ മുന്നിൽ കണ്ട് അവർ മുന്നോട്ട് പോയി. ഈ ഓട്ടോറിക്ഷക്കാരൻ അത് അറിഞ്ഞിട്ടില്ല. അയാളുടെ ആ സീറ്റിൻ്റെ പുറകിൽ ഒട്ടിച്ചു വെച്ചൊരു സ്റ്റിക്കറാണ്. അവർ പറയാണ്, ആ ഓട്ടോറിക്ഷക്കാരൻ ആരെ എന്തോ ഒന്നും അറിയില്ല, പക്ഷെ അയാളൊരു അക്രൈസ്തവനാണെന്ന് അറിയാൻ പറ്റി. പിന്നെ അവർ പറയാണ്, ആ വചനം ഞങ്ങളുടെ പ്രതിസന്ധി ഞങ്ങൾക്ക് വലിയൊരു വിടുതലായിരുന്നു. പ്രിയപ്പെട്ടവർ, നിങ്ങൾ കേട്ട ഈ 32 ദിവസം കേട്ട, നാളെ കൂടി 33 ദിവസം കേട്ട വചനങ്ങൾ അല്ലാതെ നിങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ, നിങ്ങളെ തൊട്ട വചനങ്ങൾ, ദൈവം നിങ്ങളോട് സംസാരിച്ച വചനങ്ങളാണ്. നിങ്ങളെ ദൈവം വിടുവിക്കുന്ന വചനമാണ്. എല്ലാ വചനവും ഒന്നും ഓർക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളെ നിങ്ങൾക്ക് ഹൃദയത്തിൽ കൊണ്ട വചനങ്ങളില്ലേ, അത് മറക്കരുത്. അത് നിങ്ങൾ എഴുതി വയ്ക്കണം, അത് ആവർത്തിച്ചു കൊണ്ടിരിക്കണം. അത് വചനം ദൈവം നിങ്ങൾക്ക് തന്നതാണ്. ആ വചനത്തിൽ നിങ്ങൾക്കുള്ള രക്ഷയുണ്ട്, ആ വചനത്തിൽ നിങ്ങൾക്കുള്ള വിടുതലുണ്ട്. ഞാനിങ്ങനെ വിശ്വസിക്കുന്നു. 1000 അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയായിരുന്നു ഇത്. 10,000ങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകിയ വിടുതലിൻ്റെ ശുശ്രൂഷയായിരുന്നു ഇത്. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രിയപ്പെട്ടവരെ, കരങ്ങളെ ഉയർത്തി ഒരു നിമിഷം നമുക്ക് നന്ദി പറഞ്ഞാലോ? നാളെ 33ാമത്തെ ദിവസം അനുഗ്രഹത്തിൻ്റെയും വിടുതലിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഒരു അഭിഷേകത്തിൻ്റെ ദിവസമാണ്. നമുക്കെല്ലാവർക്കും ഒന്ന് ഒരുങ്ങി, ഒന്ന് ഇന്ന് തന്നെ നന്ദി പറഞ്ഞ് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചാലോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, നന്ദി പറയുന്നു. നന്ദിയോടെ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. നന്ദി മാത്രമേ പറയാനുള്ളൂ. ഈ അവസരത്തിന്, ഈ സാഹചര്യത്തിന് എല്ലാം നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി പറയുന്നു. ഹല്ലേലൂയ. എത്രയോ പ്രതിസന്ധികളിൽ ഞങ്ങളെ രക്ഷിച്ചതിന്, ഞങ്ങളുടെ രോഗങ്ങൾ സൗഖ്യമായതിന്, ഞങ്ങളെ പൈശാചിക ബന്ധനങ്ങളിൽ വിടുവിച്ചതിന്, ഞങ്ങളുടെ കുടുംബത്തെ കുറെ കൂടി സ്നേഹത്തിലും കൂട്ടായ്മയിലും അങ്ങ് ഒരുക്കിയതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, നന്ദി.
അർഹിക്കാത്ത നന്മകളും എനിക്കേടും ദയാനിധേ, യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനും സ്തുതി. അർഹിക്കാത്ത നന്മകൾ, അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ, യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനും സ്തുതി. നന്ദിയോടെ നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്ന് നന്ദി ചൊല്ലുന്നു ഞാൻ. 32ാമത്തെ ദിവസം നമ്മൾ കേട്ട വചനം ഏതാണെന്നറിയാമോ? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. യേശു 5000-ഓളം ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ശിഷ്യന്മാരോട് പെട്ടെന്ന് പറയുകയാണ്, ഇവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ. ശിഷ്യന്മാർ പെട്ടെന്ന് അത്ഭുതപ്പെട്ട്, എവിടെ നിന്ന്? ഇത് വിജനപ്രദേശമാണ്, ഞങ്ങൾ എവിടെ നിന്ന് ഭക്ഷണം മേടിക്കും? ഹോട്ടലില്ല, റിസോർട്ടില്ല, ഞങ്ങൾ പട്ടണത്തിലേക്ക് പോകട്ടെയോ എന്നെല്ലാം അവരിങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് യേശു തിരിച്ചു ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പമുണ്ട്? അവർ പറഞ്ഞു, 5 അപ്പവും 2 മീനും. 5 ഉള്ളൂ, 5. ഈ 5-ലാണ് ദൈവം ഇടപെട്ടത്. ഈ 5-ആണ് 5000 ആയത്. ഈ 5-ന്മേലാണ് ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായത്. അങ്ങനെയെങ്കിൽ ഈ 5 അപ്പത്തിൽ ദൈവം ഇടപെടാൻ അവരെന്നാ ചെയ്തേ? അത് ബാഗിൽ പൊതിഞ്ഞു വച്ചുകൊണ്ടിരിക്കുവാണോ ചെയ്തേ? അല്ല, ഇതെല്ലാവർക്കും കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് വേഗം ഭക്ഷിക്കുവാണോ ചെയ്തേ? അല്ല, ഒരത്ഭുതത്തിലേക്ക് വേണ്ടി ഒരു പ്രോസസ്, ഒരു പ്രക്രിയ അവിടെ നടന്നു. അവർ 5 അപ്പവും 2 മീനും എടുത്ത് യേശുവിൻ്റെ കൈകളിലേക്ക് കൊടുത്തു. യേശു അതിനെ എടുത്തു. ഇതൊക്കെ ഇന്ന് നടക്കട്ടെ, ഈ പറയുന്നത് ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. നിങ്ങൾ സമർപ്പിക്കുന്ന 5 അപ്പം കണക്കെ നിങ്ങൾ സമർപ്പിക്കുന്ന നിയോഗമില്ലേ? കണ്ണുനീരില്ലേ? സങ്കടമില്ലേ? പ്രശ്നങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും ബാധ്യതകളും ഭാരവും എല്ലാം ഇല്ലേ? രോഗം എല്ലാം ദൈവസന്നിധിയിൽ കൊടുക്കുക. ദൈവം ആഴത്തിൽ ഇടപെടും. ഒരു പാട്ട് തന്നെ അങ്ങനെയുണ്ട്, ആഴത്തിൽ ഇടപെടണമേ എന്ന്. ആ 5 അപ്പം യേശുവിൻ്റെ കൈകളിൽ എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി ആശീർവദിച്ച് മുറിച്ച് വിളമ്പാൻ ഏൽപ്പിച്ചു. അത്രേ നടന്നിട്ടുള്ളൂ. അതിൽ ദൈവം ഇടപെടാൻ വേണ്ടി ആ അപ്പത്തെ അവർ സ്വന്തം കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുമല്ല, അവർ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്തു. കൊടുക്കാൻ പറ്റുമോ? ഇപ്പോൾ ജീവനെയും ജീവിതത്തെയും ഒന്ന് കൊടുക്ക്, ദൈവം അവിടെ ഇടപെടും. നിങ്ങൾ എന്തു കൊടുത്തോ, എന്തു സമർപ്പിച്ചോ, അവിടെ ദൈവം ഇടപെടാൻ തുടങ്ങും. ചിലർ പറയും, എൻ്റെ ജീവിതത്തെ ഇതാ സമർപ്പിക്കുന്നു, ദൈവം അവിടെ ഇടപെടും. എൻ്റെ ഭവനത്തിൻ്റെ തകർച്ചയെ, രോഗത്തിൻ്റെ അവസ്ഥയെ, സങ്കടങ്ങളുടെ ആഴങ്ങളെ, ബാധ്യത, ഭാരം, ആരോടും പറയാൻ പറ്റാത്ത സങ്കടങ്ങൾ, വിങ്ങിപ്പൊട്ടുന്ന മനസ്സ്, മുറിവേറ്റ ഹൃദയം എല്ലാം ദൈവകരങ്ങളിൽ കൊടുക്ക്. അതിന്മേൽ ദൈവം ഇടപെടും. യേശു ഇന്ന് അതിന്മേൽ ഇടപെടും. ഇന്ന് നിങ്ങൾക്ക് 32ാമത്തെ ദിവസം പറയാൻ പോകുന്ന സാധ്യതയുള്ള ടെസ്റ്റ് മണി ഏതായിരിക്കും അറിയാമോ? പ്രാർത്ഥനയിൽ ദൈവം ഇടപെട്ടു എന്നായിരിക്കും പറയുന്നത്. പ്രാർത്ഥനയിൽ ദൈവം ഇടപെട്ടു, എൻ്റെ കുടുംബത്തിൽ ദൈവം ഇടപെട്ടു, എൻ്റെ ജോലിയുടെ കാര്യത്തിൽ ദൈവം ഇടപെട്ടു, എൻ്റെ കുടുംബ പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്ന് അറിയില്ലായിരുന്നു, പക്ഷെ ദൈവം ഇടപെട്ടു. സമാധാനമില്ലാത്ത വീടായിരുന്നു, ദൈവം ഇടപെട്ടു. എനിക്ക് തന്നെ മാറ്റാൻ പറ്റാത്ത ചില സ്വഭാവത്തിന്റെ പ്രത്യേകതകൾ എനിക്കുണ്ടായിരുന്നു, ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു. ദൈവം ഇടപെടും കേട്ടോ. ദൈവം ഇടപെട്ട 1000 സംഭവങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എത്രയോ സാക്ഷ്യങ്ങൾ നിങ്ങൾ ഇതിനോടകം കേട്ടിരിക്കുന്നു, എത്രയോ സാക്ഷ്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു. ദൈവം ഇടപെട്ടു, ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെട്ടു, ആ കുടുംബത്തിൻ്റെ മേൽ ഇടപെട്ടു, അവരുടെ പ്രാർത്ഥനകളിൽ ദൈവം ഇടപെട്ടു. നിങ്ങളോട് പറയുന്നു, എവിടെയാ ദൈവം ഇടപെടുന്നത്?
ദൈവത്തിൻ്റെ കരങ്ങളിൽ വെച്ച് കൊടുത്ത ഓരോ കാര്യത്തിൻ്റെ മേലും ദൈവം ഇടപെടാൻ തുടങ്ങും. വിശ്വാസത്തിൽ ഒന്ന് കണ്ണുകളെ ഒന്ന് അടച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങളെ നിങ്ങൾ തന്നെ പൊതിഞ്ഞുകൊണ്ടിരിക്കാതെ, അവിടെ സൂക്ഷിച്ച് അകത്തേക്ക് മാറ്റിവെക്കാതെ ആ ദൈവകരങ്ങളിൽ കൊടുത്തേ. എന്തുവായാലും അത് കൊടുത്തേ, ദൈവത്തിൻ്റെ കരങ്ങളിലേക്കൊന്ന് കൊടുത്തേ. വിശ്വാസത്തോടെ അത് ഏൽപ്പിച്ചേ. ദൈവം അവിടെ ഇടപെടും. അതിന്മേലൊരു ദൈവീക ഇടപെടൽ സംഭവിക്കും. നിങ്ങൾക്കൊരു പക്ഷേ നന്നായിട്ട് പഠിച്ചു, നല്ലൊരു ജോലിയില്ല, കുടുംബജീവിതം ആരംഭിച്ചു, ഒരു സമാധാനമില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല, വിവാഹപ്രായമായി, വിവാഹം നടക്കുന്നില്ല, വിവാഹം കഴിഞ്ഞു, കുഞ്ഞുങ്ങളില്ലാത്തൊരവസ്ഥ, 100 കാര്യങ്ങളാണ്. അങ്ങനെ ഓരോ വിഷയങ്ങൾ പറഞ്ഞാൽ ആയിരക്കണക്കിന് വിഷയങ്ങളുണ്ടാവും. ആയിരക്കണക്കിന്. എത്ര പൈസ കിട്ടിയാലും ആശുപത്രി കൊടുക്കാനേ തികയുന്നുള്ളൂ. എന്നും മരുന്നാണ്. 10 രൂപ കിട്ടിയാൽ 200 രൂപ ആശുപത്രി കൊടുക്കണം. 200 രൂപ കിട്ടിയാൽ 2000 രൂപ ഹോസ്പിറ്റലിൽ. ഒരു പൈസ കയ്യിൽ നിൽക്കത്തില്ല. എന്നും സാമ്പത്തിക ബുദ്ധിമുട്ട്. എന്നാണെന്നറിയില്ല. ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകട്ടെ. അവിടെ എല്ലാം ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാവും. നിങ്ങൾ സമർപ്പിക്കാമോ? നിങ്ങളുടെ മാതാപിതാക്കളെ സമർപ്പിക്കുക, ജീവിത പങ്കാളിയെ സമർപ്പിക്കുക, ശുശ്രൂഷ ജീവിതത്തെ സമർപ്പിക്കുക, നിങ്ങളെ ദൈവം ഏൽപ്പിച്ച ജീവിതങ്ങളെ സമർപ്പിക്കുക, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുക, നിങ്ങളുടെ വീടിരിക്കുന്ന ആ ഒരു സ്ഥലത്തെ സമർപ്പിക്കുക, അതിൻ്റെ ഓരോ മുറികളെ സമർപ്പിക്കുക, നിങ്ങളുടെ ഭാവി പദ്ധതികളെ സമർപ്പിക്കുക. അങ്ങനെ ഓരോ കാര്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഒന്ന് കൊടുത്ത് എളിമയോടെ വിനയത്തോടെ ഒരിക്കൽ കൂടി ഒന്ന് കരങ്ങൾ ഉയർത്തിക്കുക. ദൈവം ഇടപെടുന്ന 32ാമത്തെ ദിവസം, ദൈവം ഇടപെട്ട് അത്ഭുതം ചെയ്യുന്ന 32ാമത്തെ ദിവസം, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന 32ാമത്തെ ദിവസം, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നിറയുന്ന 32ാമത്തെ ദിവസം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയുന്ന 32ാമത്തെ ദിവസം, അമ്മയുടെ മാധ്യസ്ഥം അനുഭവിക്കാൻ കഴിയുന്ന, അമ്മയുടെ ഇടപെടൽ അനുഭവിക്കാൻ കഴിയുന്ന 32ാമത്തെ ദിവസം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ആഴത്തിൽ എൻ്റെ ജീവിതത്തിൽ ഇടപെടണമേ, ആഴത്തിൽ എന്നോട് ഇടപെടണമേ, ആഴത്തിൽ എന്നോടും ഇടപെടണേ. അതുപോരാ, എൻ്റെ ആത്മാവിൽ ഇടപെടണം. ആത്മാവിലെന്നോടും ഇടപെടണേ. എല്ലാവരും ചേർന്ന് വിശ്വാസത്തോടെ ആഴത്തിലെന്നോടും ഇടപെടണേ. ആത്മാവിലെന്നോടും ഇടപെടണേ. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആഴത്തിലെന്നോടും ഇടപെടണേ. ആത്മാവിലെന്നോടും ഇടപെടണേ. മാനീർത്തോടിനായി കാക്ഷിക്കും പോലെ കർത്താവേ, ഞങ്ങൾ അങ്ങയെ തേടുവാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞങ്ങളിപ്പോൾ അങ്ങിൽ ആശ്രയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവിശ്വാസത്തോടെ ഇരിക്കരുത്. ദൈവത്തിൻ്റെ ഇടപെടൽ നിങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ സങ്കടങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കാരുണ്യം വർഷിക്കപ്പെടുന്നു. ദൈവം നിങ്ങളുടെ കുടുംബത്തെ കരുതലോടെ സംരക്ഷിക്കുന്നുണ്ട്. ഒരു കാലത്തും തള്ളിക്കളയാത്തൊരു ദൈവം നിങ്ങൾക്കുണ്ട്. വിശ്വാസത്തോടെ ചേർന്ന് പാടിയേ. മണ്ണീർത്തോടിനായി കാക്ഷിക്കുമ്പോ ആത്മാവിനായി ദാഹിക്കുന്നേ. ഒന്ന് പാടാമോ? മണ്ണീർത്തോടിനായി കാക്ഷിക്കുമ്പോ ആത്മാവിനായി ദാഹിക്കുന്നേ. ആ ജീവനീരെനിക്കേകിടണേ. യേശുവേ, ഞാൻ നിന്റെ ദാനമല്ലേ. ആ ജീവനീരെനിക്കേകിടണേ. യേശുവേ, ഞാൻ നിന്റെ ദാനമല്ലേ. നീട്ടി പറഞ്ഞു ഒന്ന് പ്രാർത്ഥിച്ചേ. ആഴത്തിലെന്നോടും ഇടപെടണേ. ഇപ്പോൾ ഈ ആരാധന പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ പാടി ഇത് സംഭവിക്കട്ടെ. ആത്മാവിലെന്നോടും സൗഖ്യം വേണ്ടവരിലേക്ക് സൗഖ്യം, വിടുതൽ വേണ്ടവരിലേക്ക് വിടുതൽ,
സമാധാനം വേണ്ടവരിലേക്ക് സമാധാനം, പ്രതീക്ഷ വേണ്ടവരിലേക്ക് പ്രതീക്ഷ, പുതിയ വാതിൽ തുറക്കേണ്ടവർ ജീവിതങ്ങളിലേക്ക് പുതിയ വഴികൾ, വിദ്യാഭ്യാസത്തിന്റെ മേഖലകളിൽ നന്മയുണ്ടാകട്ടെ, പഠന മേഖലകളിൽ ഉയർച്ചയുണ്ടാകട്ടെ, സാമ്പത്തിക മേഖലകളിൽ ദൈവിക ഇടപെടൽ സംഭവിക്കട്ടെ. എല്ലാവരും ചേർന്ന് യേശുവേ എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നതിന് നന്ദി, യേശുവേ എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നതിന് നന്ദി, എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നതിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ. എന്നോട് ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ. ഈ പാടിയത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ആഴത്തിൽ എന്നോട് ഇടപെടും. 5 അപ്പം യേശുവിൻ്റെ കൈകളിൽ കൊടുത്തപ്പോൾ അതിന്മേൽ യേശു ഇടപെട്ടോ? ഇടപെട്ട് 5 6 ഉള്ളോ? 5 10 ആയുള്ളോ? അതോ 5 4 അങ്ങനൊന്നുമല്ല എഴുതിയിരിക്കുന്നത്. 5000 പുരുഷന്മാർ തന്നെ ഉണ്ടായിരുന്നു. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായതിനു ശേഷം മിച്ചം 12 കുട്ട നിറയെ ശേഖരിച്ചു. അവിടെ 2 വാക്കുണ്ട്. ഒന്ന്, ജനങ്ങളെല്ലാം ഭക്ഷിച്ച് അസ്വസ്ഥതയോടെ കുറ്റം പറഞ്ഞു പോയി എന്നല്ല, സംതൃപ്തിയോടെ. ഈ ആരാധനയും വചനവും കേട്ട നിങ്ങളെ ദൈവം സംതൃപ്തിയുള്ളൊരു ഹൃദയം നൽകി, സംതൃപ്തിയുള്ളൊരു കുടുംബജീവിതം നൽകി, സംതൃപ്തിയുള്ളൊരു ശുശ്രൂഷ നൽകി, സംതൃപ്തിയുള്ളൊരു മനസ്സ് നൽകി, സംതൃപ്തിയുള്ള കുഞ്ഞുങ്ങളെ നൽകി, ജോലി നൽകി, ഉയർച്ച നൽകി, വീട് നൽകി, ആരോഗ്യം നൽകി, ഒക്കെ അനുഗ്രഹിക്കും. ദൈവം ഇടപെടും. നാളെ 33-ാമത്തെ ദിവസമാണ്. നമുക്കെല്ലാവർക്കും ഒരുമിച്ചിരിക്കണം, ഒരുമിച്ച് ആരാധിക്കണം. അത് അത്ഭുതങ്ങളുടെ സമയമാണ്. നാളത്തെ ദിവസം ആരും ഉപേക്ഷ കാണിക്കരുത്. അതൊത്തിരി നന്മകളുടെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. ആരാധനയിലൂടെ, വചനത്തിലൂടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന ദിവസമാണ്. 32 ദിവസവും 10,000-കണക്കിന് ആളുകൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്, വചനം കേട്ടിട്ടുണ്ട്. നമുക്ക് യേശുവിൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങാം. യേശുവിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ നിങ്ങളിൽ സംഭവിക്കുന്നതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ഇന്നത്തെ പ്രവൃത്തി. ഏതെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ച് അതിന് ചിലവാകുന്ന തുക ജീവകാരുണ്യ പ്രവർത്തനത്തിന് സംഭാവന ചെയ്യുക. വിമലപാതയിലെ എപ്പിസോഡുകൾ വീണ്ടും കാണുന്നതിനും ശാലോം ടിവിയിലെ മറ്റു പ്രോഗ്രാമുകൾ ലഭിക്കുന്നതിനും ശാലോം ടിവി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
വേദനിക്കുന്നവർക്ക് ആശ്വാസമേകാൻ, തകർന്നവർക്ക് പ്രതീക്ഷയേകാൻ സുവിശേഷ പ്രവർത്തനത്തിൽ പങ്കാളിയാകുവിൻ. ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക.